ഹായ് ഗൈസ്, വെൽക്കം ടു മാത്തീസ് കിച്ചൺ. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് വിത്തുകൾ പാകുന്നതിനെക്കുറിച്ചാണ്. ആരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ സെപ്റ്റംബർ 1 തുടങ്ങി നമുക്ക് എങ്ങനെയാണ് നല്ല രീതിയിൽ വിത്തുകൾ പാകുന്നതിനെക്കുറിച്ച് നോക്കാം. മുല്ലയൊക്കെ മുല്ല പൂക്കുന്നതാണ് സാധാരണഗതിയിൽ ഞാൻ വിത്തുകൾ പാകുന്ന സമയം. നമുക്ക് വിത്തുകളെക്കുറിച്ച് നോക്കാം, എങ്ങനെയാണ് പാകുന്നതിനെക്കുറിച്ച്. അതിന് ആദ്യമായി നമുക്ക് വേണ്ടിയത് വിത്തുകൾ പാകാനായിട്ട് നല്ല ഒരു പോട്ടാണ് വേണ്ടിയത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബണ്ണിങ്സിൽ നിന്ന് മേടിച്ച ബയോഡിഗ്രേഡബിളായിട്ടുള്ള പോട്ടാണ്. ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പാകി കഴിഞ്ഞാൽ നമുക്കിത് പറിച്ച് നടേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് കൊണ്ടുപോയി മണ്ണിൽ നടാം. അപ്പം റൂട്ടൊന്നും സ്പോയിലാകത്തില്ല. നമുക്ക് ഡയറക്റ്റ് കൊണ്ട് നടാം. അപ്പം നമുക്ക് ഇതിലേക്ക് മണ്ണുകൾ നിറയ്ക്കാം. ഞാൻ ഇതിന് വേണ്ടിയിട്ട് മണ്ണുകൾ മേടിച്ചിരിക്കുന്നത് ബണ്ണിങ്സിൽ നിന്ന് മേടിക്കുന്ന റൂട്ട് ഗ്രോയിങ് കോമ്പോസ്റ്റാണ് മേടിച്ചിരിക്കുന്നത്. ഇതിന് ഇച്ചിരി വില കൂടുതലാണ്, $13 ആകും. പിന്നെ അതിലേക്ക് 2 ട്രേ വേണം. നമുക്ക് വേറൊരു പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രേയിൽ നമ്മൾ എന്താണ് നടാൻ പോകുന്നത് അതിനെ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കണം. സാധാരണഗതിയിൽ നമ്മൾ ഇതിലെല്ലാം വിത്ത് പാകി കഴിഞ്ഞിട്ട് മാർക്ക് ചെയ്യാൻ മറന്നു പോകും. ഞാനിവിടെ വിത്തെടുത്തിരിക്കുന്നത് പാവയ്ക്ക, പടവലങ്ങ, വെള്ളരി, വെണ്ട. ഇത് തലേദിവസം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന വിത്തുകളൊന്നും നമ്മളെടുത്ത് പാകരുത്. അതൊക്കെ പേട്ട വിത്തുകളാണ്. താഴെ മുങ്ങിക്കിടക്കുന്ന വിത്തുകൾ മാത്രമേ എടുത്ത് പാകാവുള്ളൂ. അപ്പോൾ പാവൻ്റെ കുറച്ച് വിത്തുകൾ എനിക്ക് കിട്ടിയുള്ളൂ. പടവലം കുറച്ച് താഴെ പോയിട്ടുണ്ട്. വെള്ളരി അതുപോലെ കുറേ എല്ലാം താഴെ പോയിട്ടുണ്ട്. അതേസമയം വെണ്ട മുഴുവൻ താഴെ പോയിട്ടുണ്ട്. അതിൻ്റെ ദിവസം നമുക്കിതെല്ലാം കൂടെ പാകാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സൂഡോമോണസ് ലൈനിലിട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് വിത്ത് പാകാനായിട്ട്. ഞാൻ അതിന് പകരം ഇവിടെ ഒരു കറ്റാർ വാഴ എടുത്തിട്ടുണ്ട്. കറ്റാർ വാഴയുടെ അകത്തെ ചീകി എടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് ഡിപ്പ് ചെയ്ത് വേണം നമ്മൾ ഈ വിത്ത് പാകാനായിട്ട്. അപ്പം നമ്മൾ അതിന് നല്ല സ്ട്രോങ് ആയിട്ട് റൂട്ട് വന്ന് അത് കിളുത്ത് വരും. നമുക്ക് ആദ്യമായിട്ട് ഇതിലേക്ക് മണ്ണ് നിറയ്ക്കണം. മണ്ണെല്ലാം നിറച്ച് അടിപൊളിയായിട്ട് വേണം ഇതിനെ പാക് ചെയ്യാനായിട്ട്. ആദ്യം നമുക്കിതിലേക്ക് മണ്ണുകൾ എങ്ങനെ നിറയ്ക്കാൻ നോക്കാം. എല്ലാം പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മണ്ണുകൾ നിറച്ചു. അപ്പം മണ്ണുകൾ നിറച്ച് അതിൽ വിത്തുമൊക്കെ പാകി ഇനി ഇതിൻ്റെ മുകളിലേക്ക് മണ്ണുകൾ ഇട്ട് ഇതിനെ നമുക്ക് നനച്ച് ഒരു ഷെയ്ഡുള്ള സ്ഥലത്ത് വേണം ഇത് വെക്കാനായിട്ട്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഇവിടുത്തെ കൗൺസിൽ വെള്ളത്തിൽ ഒരിക്കലും ഇതിന് നനച്ച് കൊടുക്കരുത്. ക്ലോറിൻ്റെ അംശം ഉള്ളതുകൊണ്ട് കിളുക്കാൻ താമസിക്കും. അതുകൊണ്ടാണ് ഏറ്റവും നല്ലത് റെയിൻ വാട്ടറാണ്. റെയിൻ വാട്ടർ എടുക്കുക, അത് നനച്ച് കൊടുക്കുക. ഇതിൻ്റെ ട്രേ നനയത്തക്ക രീതിയിൽ നനച്ച് വെക്കുക. പിന്നെ എപ്പോഴാണ് ട്രേ ഡ്രൈ ആകുന്നത് അതനുസരിച്ച് ഇങ്ങനെ ഒരു സ്പ്രേ ബോട്ടിൽ വെള്ളം എടുത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഡയറക്റ്റ് കുത്തി ഒഴിക്കേണ്ട ആവശ്യമില്ല. 2 ആഴ്ച കൊണ്ട് ഇത് ശരിയായി വരും. ഓക്കെ.